തിരുവനന്തപുരത്ത് യുവാവിനെ സുഹൃത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കിളിമാനൂർ സ്വദേശി അഭിലാഷാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഈ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കം അതാണ് കൊലപാതകത്തിന് കാരണം എന്ന് മനസ്സിലാക്കുന്നു. പോലീസ് കൂടുതലായി വിശദീകരിക്കുന്നത് എന്താണ്? വിശദാംശങ്ങൾ എന്താണ് ഷഫീദ്? രജിത്ത്, ഏതാണ്ട് 7:45 ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരം പുറത്തറിയപ്പെടുന്നത്. തിരുവനന്തപുരം കിളിമാനൂർ കാട്ടുംപുറത്താണ് യുവാവിനെ സുഹൃത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കിളിമാനൂർ സ്വദേശി അഭിലാഷ് 28 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്ത് 38 വയസ്സുള്ള അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ അരുണിന്റെ പന്തരിക്കളത്തെ വീട് അതൊരു വാടക വീടാണെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഇവിടെ വെച്ച് അരുണും അഭിലാഷും കൂടി മദ്യപിച്ചു. ആ മദ്യപാനത്തിനിടെ അരുണിന്റെ ഭാര്യയോട് അഭിലാഷ് മോശമായി പെരുമാറി, അതല്ലെങ്കിൽ മോശമായി എന്തോ പറഞ്ഞു എന്നുള്ളതാണ് ഈ തർക്കങ്ങളുടെ തുടക്കം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസിനോട് അരുൺ പറഞ്ഞിരിക്കുന്ന കാര്യം. മാത്രവുമല്ല, ആ തർക്കത്തെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന എന്തോ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് തലക്കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. നിലവിൽ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് പോലീസ് എത്തി. കിളിമാനൂർ പോലീസ് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി അന്വേഷിച്ചു വരികയാണ്. പ്രജിത്ത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇന്നിപ്പോഴിതാ ഒരു അരുംകൊലയുടെ വിവരം കൂടി പുറത്തു വരുന്നു. അത് തിരുവനന്തപുരത്ത് നിന്നാണ്.